പിന്നെ ഈ റമദാനിൽ ചിലപ്പോൾ അശുദ്ധിയുടെ ഘട്ടങ്ങളിൽ ചില നോമ്പുകൾ വീണ്ടും റമദാൻ കഴിയുമ്പോൾ വീണ്ടും നിനക്ക് വരും. അപ്പൊ നീ വീണ്ടും ബാക്കിയാക്കുക, ശഅബാൻ വരട്ടെ, റജബ് വരട്ടെ, അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് നീ ഭിന്നിപ്പിക്കുമ്പോഴും നോമ്പ് നോൽക്കുന്നതിനോടൊപ്പം കഴിഞ്ഞ റമദാനിലെ നോമ്പ് നോൽക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ മുത്തുകൂടി ഓരോ നോമ്പിന് നിർബന്ധമായി തീരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ ഒരു പിടി ആഹാരം, 1 ലിറ്ററിന് താഴെയുള്ളൂ എങ്കിൽ പോലും അത് ആഹാരം പാവപ്പെട്ടവർക്കായിട്ടുള്ള സദഖ, നമ്മൾ അരിയായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് നൽകേണ്ടി വരും. അത് ഓരോ റമദാൻ കഴിയുമ്പോഴും ഈ മുദ്ദിന്റെ എണ്ണം അധികരിക്കും. അവിടെയാണ് വിഷയം. ഒരുപക്ഷെ ചില ആളുകൾ ഈ സദസ്സിലുണ്ടാകും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പുരുഷന്മാരടക്കം പ്രായപൂർത്തി എത്തിയതാകുന്ന തലം മുതൽ 15 വയസ്സുള്ളതാകുന്ന കുട്ടിയായിരിക്കെ നിനക്ക് നോമ്പ് നിർബന്ധമായ ഘട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും നോമ്പ് നീട്ടിവിടാതുണ്ടെങ്കിൽ, അത് പിടിച്ചുവിടാതുണ്ടെങ്കിൽ, ഇപ്പോൾ 30 വയസ്സെത്തിയെങ്കിൽ അതിന്റെ മുദ്ദിന്റെ എണ്ണം എത്രയാണ് അധികരിച്ചിട്ടുള്ളത് മനസ്സിലാക്കണം. ഗൗരവമുള്ള വിഷയം. ഒരു നോമ്പിന് അപ്പൊ 10 നോമ്പുള്ളത് എത്രയാണ്? പ്രായപൂർത്തി എത്തിയ തലം മുതൽ ഇങ്ങോട്ട് റമദാനിലെ നോമ്പുകൾ ഖളാ വീട്ടാനുള്ള പുരുഷന്മാരും സ്ത്രീകളും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണിത്. ആഖിറത്തിൽ വലിയ ഹിസാബ് നേരിടേണ്ടി വരും. റമദാനിലെ നോമ്പിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലല്ലോ, നിർബന്ധമാക്കപ്പെട്ട നോമ്പാണിത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഞാൻ തുടക്കത്തിൽ തന്നെ ഇത് പറയുന്നത് ഗൗരവമായി ഇത് കണക്കാക്കേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉറക്കാമി പറയാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. തീർച്ചയായിട്ടും നമ്മൾ വിട പറയേണ്ടവരാണ്. ആ വിട പറയുന്ന ഘട്ടത്തിൽ ആഖിറത്തിൽ പടച്ചറബിന്റെ ദർബാറിലേക്ക്, ഖബർ എന്ന് പറയുന്ന ഭയാനകമാകുന്ന ആ ഇരുട്ടറയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അമലായിട്ട് നമ്മൾ കൊണ്ടുപോകണം സഹോദരങ്ങൾ. എന്തെങ്കിലും നമ്മൾ ബാക്കിയാക്കണം. എന്താ നമ്മൾ ഈ ദുനിയാവിൽ ബാക്കിയാക്കിയിട്ടുള്ളത്? അവിടെ നമുക്ക് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ഏതെങ്കിലും അമലുകൾ ചോദിച്ചുകൊണ്ട് നമുക്കവിടെ കുടുസാകാൻ പാടില്ല, ബുദ്ധിമുട്ടാകാൻ പാടില്ല. ആ ഖബറിലെ ചോദ്യോത്തരങ്ങൾ റാഹത്തായി നമുക്ക് കഴിയണം. മഹ്ശറയിലെ വിചാരണ നമുക്ക് റാഹത്തായിട്ട് മാറ്റപ്പെടണം. സ്വർഗത്തിന്റെ കവാടങ്ങൾ നമുക്ക് സന്തോഷകരമായി തുറക്കപ്പെടണം. നരകത്തിന്റെ കവാടങ്ങൾ നമ്മുടെ മേൽ അടയ്ക്കപ്പെടണം. ഇതൊക്കെ നമ്മുടെ നിയ്യത്തുകളാണ്. ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. സിറാത്ത് പാലം കടക്കാനുണ്ട്. മഹ്ശറയിലെ നീണ്ട വിചാരണ നമുക്ക് കിടക്കാണ്. ഖബറിലെ നീണ്ട വിചാരണ കിടക്കാണ്. ഇതൊക്കെ ഓരോ ലോകങ്ങളല്ലേ. ആലമുൽ ബർസഖ്, ആലമുൽ ഹശ്ർ കിടക്കാണ്. എത്ര ദിവസങ്ങളും എത്ര മാസങ്ങളുമാണ്. അവിടെയൊക്കെ നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ ഈ കുറഞ്ഞ കാലഘട്ടമാകുന്ന ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അമൽ നമ്മുടെ ജീവിതത്തിൽ ശാശ്വതത്തെ ലഭിച്ചിട്ട് വേണം. എന്താ നമുക്ക് അങ്ങനെ ഉള്ളത്? നിസ്കാരങ്ങൾ 5 വഖത്ത് പോലും ചിട്ടയില്ലാത്തതാകുന്ന ആളുകളോട് പിന്നെ എന്ത് പറയാനാണ്? നമസ്കാരം 5 വഖത്ത് പോലും ചിട്ടയില്ല നമ്മുടെ ഇടയിൽ. അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവനെങ്ങനെ രക്ഷപ്പെടും? ഖബറിലെ ഹിസാബിൽ എങ്ങനെ രക്ഷപ്പെടും? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബറിലും നാളെ മഹ്ശറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഹിസാബ് ഇടുന്നത് നമസ്കാരത്തെ പറ്റിയാണ്. ഖബറിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ റബ്ബ് ആരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ഇമാം ആരാണ്, നിന്റെ ഖിബ്ല ഏതാണെന്ന് ചോദിക്കുന്നത് പോലെ നാളെ ആഖിറത്തിൽ ചോദിക്കപ്പെടുന്നതും നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ചോദിക്കപ്പെടുന്നതും ഇതെല്ലാത്തിനും ശേഷവും നമസ്കാരമാണ്, നമസ്കാരമാണ്. ഖബറിൽ ചോദ്യോത്തരങ്ങൾ പോലെയല്ല നാളെ മഹ്ശറയുണ്ടാവുക. അതെല്ലാം വ്യത്യസ്തമായ കോലമാണ്, കോലമാണ്. അതുകൊണ്ടല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു മനുഷ്യന് മരണമെത്തി കഴിയുമ്പോൾ അവൻ ചിന്തിക്കുമത്രേ എത്ര വലിയ വേദനയാണ്, എത്ര വലിയ പ്രയാസമാണ്, എത്ര വലിയ നൊമ്പരമാണ് ഈ മരണത്തിന്റെ വേദന. അതുമായി ബന്ധപ്പെട്ടതായ രംഗങ്ങൾ, അസ്റായീൽ അലൈഹിസ്സലാം ആത്മാവ് പിടിക്കാൻ വരുന്നതാകുന്ന രംഗങ്ങൾ എത്ര വലിയ പ്രയാസമാണ്, പ്രയാസമാണ്. അതിനുശേഷം 6 മണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് അവൻ ചെല്ലുമ്പോ ആ ഖബറിലെ ചോദ്യോത്തരങ്ങൾ കാണുമ്പോ എല്ലാത്തിനും ശേഷം വീണ്ടും അവനോട് ചോദിക്കുകയാണ്, നിന്റെ നമസ്കാരം എവിടെ, നമസ്കാരം എവിടെ? നമസ്കാരത്തെ പറ്റി ഖബറിൽ ചോദ്യോത്തരങ്ങൾ ഇടപെടുമ്പോ, നിന്റെ അമലുകളെ പറ്റി ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുമ്പോ അപ്പോൾ അവൻ കരുതുകയാണ്, എത്ര വലിയ വേദനയാണ്, എത്ര വലിയ ബുദ്ധിമുട്ടാണ് ഈ ഹിസാബിടൽ. യാ അല്ലാഹ്, മരണത്തിന്റെ വേദന ഇതിലേക്ക് ചേർത്ത് നോക്കുമ്പോ വളരെ കുറവായിരുന്നല്ലോ അല്ലാഹ്.
എത്രമേൽ നിസ്സാരമായിരുന്നു ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവൻ കരുതുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. തീർന്നില്ല. ഖബറിൽ നിന്ന് ഖബർ പിളർന്ന നാളെ മഹ്ശറിലേക്ക് എത്തിപ്പെടുമ്പോ അതിന്റെ ഭീകരതകൾ അവന് കാണുമ്പോ അവൻ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്, എത്ര വലിയ ബുദ്ധിമുട്ടാണ് മരണത്തിന്റെ വേദന ഇതിലേക്ക് ചേർക്കുമ്പോൾ എത്ര നിസ്സാരമായിരുന്നു മരണത്തിന്റെ വേദന മാത്രമല്ല, ഖബറിലേതാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഖബറിലെ ഇടുക്കവും ഖബറിലെ ഞെരുക്കവും ഖബറിലെ അദാബുകളും ഖബറിലെ ചോദ്യോത്തരങ്ങളുമെല്ലാം ഈ ആഖിറത്തിലെ ഹിസാബിലേക്ക് ചേർത്ത് നോക്കുമ്പോ എത്ര എളുപ്പമായിരുന്നു ഇത് പറയാതെ ഒരു മുഅ്മിനും പോകുകയില്ല, ഒരു മുഅ്മിനും എത്തുകയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നമ്മളെല്ലാവരും അത് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഈ ദുനിയാവിൽ ശരിക്കും അമൽ ചെയ്തോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ ലഹു നദിമാ. സ്വഹാബ മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അവന് ദുഃഖമാണ്, അവൻ കരയുമേ, അവന്റെ മനസ്സ് വിറങ്ങലിക്കുമേ, മനസ്സ് പൊട്ടിക്കരയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാണ് കരയുന്നത്? സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖാലൂ വമൻ നദാമതു യാ റസൂലല്ലാഹ് വമാ നദാമതുഹു യാ ഹബീബല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ എന്തിനാണ് അവൻ കരയുന്നത് റസൂലേ? എന്തിനാണ് അവൻ പ്രയാസപ്പെടുന്നത് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാ യസ്താദ, അവൻ ചെയ്തതാകുന്ന അമലുകളെ അവൻ ഖബറിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഖബറിലേതാകുന്ന ഹിസാബുകൾ നേരിടാൻ പ്രായോഗികമാണോ, അവിടെ എനിക്ക് കൂലി കിട്ടുമോ അവൻ ചേർത്ത് നോക്കുമ്പോൾ നാളെ മഹ്ശറയിലെ ഹിസാബ് ഇടപെടുന്നതാകുന്ന രംഗങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവിടെയുള്ളതാകുന്ന വിചാരണ ഘട്ടത്തിൽ ഞാൻ ഈ ചെയ്തതാകുന്ന നന്മകൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് അവൻ ആ കോടതിയിലെ ഹിസാബിലേക്ക് ചേർക്കുമ്പോ ഇവൻ ചെയ്തത് കുറവാണ്, ഞാൻ ചെയ്തത് വളരെ കുറവാണ് അത് ചിന്തിച്ചുകൊണ്ട് അവന് കരയും. അല്ലാ യസ്താദാ, ജീവിതത്തിൽ അമലുകൾ കുറഞ്ഞു പോയല്ലോ നമസ്കാരം കുറഞ്ഞു പോയല്ലോ നോമ്പുകൾ കുറഞ്ഞു പോയല്ലോ പരിശുദ്ധമായ റമളാൻ കടന്നു വന്നിട്ട് ആ റമളാൻ കൊണ്ട് ഞാൻ എന്റെ ആഖിറത്തെ രക്ഷപ്പെടുത്തിയില്ലല്ലോ റമളാനിലെ നോമ്പുകൾ ഞാൻ കളഞ്ഞു കുടിച്ചല്ലോ റബ്ബേ, ആ റമളാൻ ഒഴിച്ച മറ്റൊരു നോമ്പുകൾ പോലും ഞാൻ അനുഷ്ഠിക്കാൻ സാധിച്ചില്ലല്ലോ എത്രയെത്ര സുന്നത്ത് നോമ്പുകൾ ഉണ്ടായിരുന്നു. എല്ലാ മാസത്തിലും അറബി മാസം 13, 14, 15 നിനക്ക് സുന്നത്തായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലയോ? തിങ്കളും വ്യാഴവും സുന്നത്തായി പഠിപ്പിച്ചില്ലയോ? 27, 28, 29 അയ്യാമുസ്സൂദി എന്ന പേരിലും പഠിപ്പിച്ചില്ലയോ? അതെല്ലാം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കളഞ്ഞു കുടിച്ചില്ലയോ? റജബിന്റെ നോമ്പിന് തെളിവ് ചോദിച്ചുകൊണ്ട് നടന്നില്ലയോ? ശഅബാനിന്റെ നോമ്പിന്റെ ഹദീസ് ലൈഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതാകുന്ന സമൂഹമല്ലയോ? ഒരു അമല് പോലും ജീവിതത്തിൽ ചെയ്യാത്തവനാണ്. ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ടതായി ഇമാം നബവി തങ്ങൾ അദ്കാറിൽ പറഞ്ഞിട്ട് ആ വാക്കുകൾ മുഴുവനും തൃണവൽക്കരിച്ചുകൊണ്ട് നടന്നവനല്ലയോ? സ്വന്തമായി മുജ്തഹിദായി ജീവിതത്തിൽ പ്രഖ്യാപിച്ചവനല്ലയോ?
നമസ്കാരങ്ങൾ ചിട്ടയില്ല, നോമ്പുകൾ ചിട്ടയില്ല, നോമ്പുകൾക്ക് ശ്രദ്ധ പതിപ്പിച്ചുമില്ല, എല്ലാത്തിനും തെളിവ് ചോദിച്ചുകൊണ്ട് സമൂഹത്തിൽ ബദ്ധവൈരിയായി നടന്നില്ലയോ? ഇതാ നീ ആഖിറത്തിൽ ഖേദിക്കുന്നവനാണ്, ഇതാ നീ മഹ്ശറയിൽ ഖേദിക്കുന്നവനാണ്, ഇതാ നീ 6 അടി മണ്ണിന്റെ ഇരുട്ടറയിൽ വളരെയേറെ വ്യസനിക്കുന്നതാ. അല്ല അല്ല, റസൂലുള്ള പറയുന്നു, മരിക്കുന്ന വേളയിൽ നീ പൊട്ടിക്കരയുന്നതാണ്. മാമിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ ലഹു നദിമാ. മുഅ്മിനേ, മുഅ്മിനത്തേ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നമ്മളെല്ലാവരും കരയുമേ കരയുമേ, മരിക്കുന്ന വേളയിൽ ഹൃദയം നൊമ്പരപ്പെടുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമല് കുറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ കരയും. മോമിനിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ, മോമിൻ കരയുമെന്ന് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിന്റെ അർത്ഥം മുനാഫിക്കും കാഫിറും കരയൂല. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ കരയുന്നില്ലല്ലോ ഉസ്താദ്. വാപ്പ മരിച്ചപ്പോൾ ഞാൻ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഇന്ന കുടുംബാതിൽ മരണപ്പെട്ടപ്പോൾ അടുത്തുണ്ട്, ഒരു കരച്ചിലും ഇല്ലായിരുന്നു, അവരുടെ മനസ്സിലൊന്നും ഒരു വിഷമോ ഇല്ലായിരുന്നു. ഒന്നും കണ്ടില്ലല്ലോ. അവര് കരയുന്നത് ദുനിയാവിന് വേണ്ടിയായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾ. മോമിനായ മനുഷ്യൻ കരയുക ആഖിറത്തിലേതാകുന്ന ഹിസാബിടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിച്ച്, ഖബറിനെ കുറിച്ച് ചിന്തിച്ച്, ഈ ഭൗതിക ലോകത്ത് ഈ നന്മ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരയും. ഒന്നും കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ കരുതുക. ആരായി കരയുന്നാരാ? മോമിനാണ്. മോമിൻ എന്ന് പറഞ്ഞാൽ അവൻ 5 വഖത്ത് നിസ്കരിക്കുന്ന ആള് തന്നെയാണ്. അവനെല്ലാ നോമ്പ് അനുഷ്ഠിച്ചവനാണ്, അവനെല്ലാ സക്കാത്തും കൊടുത്തവനാണ്, അവനെല്ലാ സദഖകളും ചെയ്തവനാണ്, അവനെല്ലാ ഹദിയകളും നിർവഹിച്ചവനാണ്. അവന്റെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ഇല്ല, കാരണം അവൻ മുഅ്മിനാണ്. അങ്ങനത്തെ മുഅ്മിൻ കരയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ ആ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മോമിനായ മനുഷ്യൻ കരയും. ചിന്തിക്കണം, അത് വല്ലാത്തൊരു വാക്കാണ് പ്രവാചകൻ പറഞ്ഞത്. അത് പറഞ്ഞാൽ കപട വിശ്വാസി, ഈമാനിൽ കാപട്യത പുലർത്തിക്കൊണ്ട് നടക്കുന്നവൻ ഒരിക്കലും കരയൂല. അവനൊരു ദുഃഖവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു വിഷമവും ഇല്ല, ഒന്നുമില്ല അവന്റെ മനസ്സിൽ. ഒരു വിഷയമില്ല. ദുന്യാവ് പോകുമെന്ന് ഓർത്തിട്ടവൻ കരയും, അതേ ഉള്ളൂ. ദുന്യാവ് പോകുമോ എന്ന് ഓർത്തിട്ടവൻ കരയും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിറത്തിന് വേണ്ടി പ്രയത്നിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നശിക്കാൻ പോവാണ്, എല്ലാം ഇല്ലാതാകാൻ പോവാണ്. ആഖിറത്തിന് വേണ്ടി തയ്യാറായിക്കോ, അതിനുവേണ്ടി തയ്യാറായി. റമളാനിന് മുന്നൊരുക്കം നടത്തേണ്ടത് ഇങ്ങനെയാണ്. നോമ്പുകൾ നോറ്റുവിടാനുള്ളതെല്ലാം നോറ്റു വീട്ടിയിട്ട് ശ്രദ്ധിക്കുക. റമളാന് മുമ്പ് എല്ലാ ഇടപാടുകളും കൊടുത്തു തീർക്കുക. കടബാധ്യതകളുണ്ടെങ്കിൽ അതെല്ലാം തീർക്കുക. എന്തിനു വേണ്ടി? റമളാൻ പരിപൂർണമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടാൻ വേണ്ടി. കാരണം ഒരാൾക്ക് നമ്മൾ കൊടുക്കാനുള്ള ഒരു 10,000 രൂപ, അതിന്റെ പേരിൽ നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത കുറയരുത്. അതുകൊണ്ടാണ്. ഇനി കടം കൊടുക്കാൻ തിരിച്ചില്ലേ, അദ്ദേഹത്തെ കണ്ടിട്ട് പറയാ, റമളാൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതരാം. അങ്ങനെ അതാണ് മാന്യത. അല്ലാതെ അദ്ദേഹം ഫോൺ വിളിച്ചെടുക്കാതിരിക്കുക, മുങ്ങി നടക്കാതല്ല. അവരുമായിട്ടുള്ള ബാധ്യതകൾ വീട്ടുക. കുടുംബക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പിണക്കങ്ങളോ ഉണ്ടോ, പോയി കണ്ടിട്ട് പൊരുത്തപ്പെടിക്കണം, ബന്ധങ്ങൾ പുതുക്കി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിലൂ അർഹാമകും വലൂ ബിസ്സലാം, സിലൂ അർഹാമകും വലൂ ബിസ്സലാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു സലാം പറയലുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ആളുകൾ ഇന്ന് ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ 2 ധ്രുവങ്ങളിലാണ്. കിടക്കയിൽ തന്നെ മാറിക്കിടക്കുകയാണ്. സ്വന്തം കുടുംബങ്ങൾ തന്നെ ശൈഥല്യമാണ്. ആരാണിത് പഠിപ്പിച്ചത്? പരിശുദ്ധ പ്രവാചകരുടേതാകുന്ന തിരിച്ചറിയാണോ? വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 1 മാസം റാഹത്തായി കുടുംബജീവിതം നയിക്കുന്നതാകുന്ന ആളുകൾ 2-3 മാസം കഴിയുമ്പോൾ അവർക്കിടയിൽ ഒരു കുട്ടി കടന്നു വരുമ്പോൾ 2 പേരും കിടക്കയിൽ തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. പിന്നീട് 2 കട്ടിലിട്ടുകൊണ്ട് ഒരേ റൂമിൽ തന്നെ മാറിക്കിടക്കുന്ന അവസ്ഥയാണ്. വർഷങ്ങൾ കഴിയേണ്ടതില്ല. ഭർത്താവ് മറ്റൊരു റൂമിൽ, ഭാര്യ മറ്റൊരു റൂമിലൂടെ കിടക്കുകയാണ്. ആരാണ്
പഠിപ്പിച്ചത് സഹോദരാ സഹോദരി, രണ്ടുപേർക്കും ഇടയിലുള്ള സ്നേഹബന്ധങ്ങൾക്ക് വിള്ളൽ വരികയല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമെന്ന് പഠിക്കണേ ചെറുപ്പക്കാരാ. പരിശുദ്ധ പ്രവാചകന്റെ ജീവിതമെന്ന് പഠിക്കണേ പെങ്ങളെ. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതാകുന്ന സർവരും, ആ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്നതാകുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും പഠിച്ചു വെക്കേണ്ടതാകുന്ന ജീവിതമാണ് ജീവിതമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംശുദ്ധമായ ജീവിതം. 63 വയസ്സ് വരെ പ്രവാചകർ ജീവിച്ചുവല്ലോ. 23 വർഷക്കാലം പരിശുദ്ധമായ ദീനി പ്രബോധന മേഖലയിൽ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ജീവിതം നയിച്ച വ്യക്തിത്വമാണ്. തന്റെ 25ാമത്തെ വയസ്സിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തതായ പരിശുദ്ധ പ്രവാചകർ 63ാമത്തെ വയസ്സിൽ തന്റെ രോഗശയ്യയിൽ കിടക്കുന്ന വേളയിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ റബീഉൽ അവ്വലിന്റെ പിറ വരുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അനുവാദം നൽകിയാൽ എന്റെ അവസാനം ഞാൻ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ജീവിച്ചു തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടതാകുന്ന ആയിഷയോടൊപ്പമാണ്. എല്ലാ ഭാര്യമാരും അനുവാദം കൊടുക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം റസൂലുള്ള സന്തോഷമുള്ള ജീവിതം നയിക്കുകയാണ്. എല്ലാ ഭാര്യമാർക്കും ഊഴം നിശ്ചയിച്ചു കൊടുത്തിരുന്ന പ്രവാചകൻ തന്റെ അവസാനത്തെ ഘട്ടം കടന്നു വന്നപ്പോ മറ്റുള്ള ഭാര്യമാരോട് അനുവാദം ചോദിക്കുകയാണ്. എത്ര വലിയ മാന്യതയാണ് കുടുംബ ജീവിതത്തിൽ റസൂലുള്ള കാണിക്കുന്നത്, വൈവാഹിക ജീവിതത്തിൽ ലോകത്തിന് പഠിപ്പിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അനുവാദമില്ലാതെ പോയാലും അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ഹിസാബും റസൂലുള്ളാഹിക്ക് നേരിടേണ്ടി വരികയില്ല. കാരണം അത്രമേൽ കൃത്യമായി വൈവാഹിക ജീവിതം അടയാളപ്പെടുത്തിയ വ്യക്തിയാണ്. എന്നിട്ട് പോലും പരിശുദ്ധ പ്രവാചകൻ അനുവാദം ചോദിക്കുകയാണ്. കാരണം കടമയും കർത്തവ്യവും പരിപൂർണമായി പൂർത്തീകരിക്കുകയാണ്. നാളെ ഇതിന്റെ പേരിൽ ഖബറിൽ മുഹമ്മദിനെ ചോദ്യം ചെയ്യപ്പെടരുത്, ഇതിന്റെ പേരിൽ നാളെ ഹിസാബിടപ്പെടരുത്, ഇതിന്റെ പേരിൽ നാളെ മഖാമ മഹ്മൂദ് തടയപ്പെടരുത്, ഇതിന്റെ പേരിൽ ശഫാഅത്തിലേക്ക് ഉപേക്ഷിക്കപ്പെടരുത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരോട് ആ കടമ ചോദിക്കുകയാണ്, കർത്തവ്യം നിർവഹിക്കുകയാണ്. എല്ലാവരും പരിപൂർണമായി സമ്മതം മൂടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, എനിക്ക് വല്ലാത്ത ആനന്ദമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെയാണ് എന്റെ ജീവിത സഖിയായി കിട്ടിയിട്ടുള്ളത്. ആ പ്രവാചകരോടൊപ്പമുള്ള അവസാനത്തെ നിമിഷമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പമുള്ളതാകുന്ന ജീവിതം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ജീവിതം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എത്ര വലിയ സന്തോഷകരമാണ് ഞങ്ങൾക്കിടയിലുണ്ടായി തീർന്നിട്ടുള്ളത്. അവസാനമാ പരിശുദ്ധ പ്രവാചകൻ എന്റെ നെഞ്ചിന്റെയും എന്റെ തുടയുടെയും ഇടയിൽ എന്റെ മടിത്തട്ടിൽ തലവെച്ച് കടന്നുകൊണ്ടാണ് വഫാത്തായത്. എത്ര വലിയ വാക്കാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണമെങ്കിൽ പരിശുദ്ധമായ മദീന പള്ളിയിൽ മിമ്പറിൽ ചാരി വെച്ചുകൊണ്ട് തല ചാരിച്ചു വെച്ചുകൊണ്ട് മരണപ്പെടാം. പരിശുദ്ധമാക്കപ്പെട്ടതായ റൗളയിൽ അല്ലാഹുവിന്റെ റസൂലിന് വേണമെങ്കിൽ വഫാത്താകാം. പരിശുദ്ധ പ്രവാചകർ വഫാത്തായി തിരഞ്ഞെടുത്തതാകുന്ന സ്ഥലം ഏതൊരു സ്ഥലമാണ് പെങ്ങളെ? പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. ഒരു ചെറിയ പ്രശ്നത്തിന്റെ മേലെ ഭാര്യയും ഭർത്താവും പിണങ്ങി ജീവിക്കുന്നതാകുന്ന സമൂഹം. കരുനാഗപ്പള്ളിയിലെ എത്ര കേസുകളാണ് ഇന്നും മഹല്ലത്തുകൾ കെട്ടിക്കിടക്കുന്നത്. എത്രയോ മഹല്ലത്തുകളിൽ പ്രശ്നങ്ങളാണ്. ഒരു ചെറിയ വിഷയമുണ്ടാകുമ്പോ ഭാര്യയും ഭർത്താവും പിണക്കം വെക്കുന്നതായ ആളുകൾ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. 25ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച പ്രവാചകൻ നീണ്ടതാകുന്ന വർഷങ്ങൾക്ക് അവസാനം 63ാമത്തെ വയസ്സിൽ വഫാത്താകുന്ന സമയത്ത് തന്റെ റൂഹ് അസ്റായീൽ അലൈഹിസ്സലാം അനുവാദം ചോദിച്ചുകൊണ്ട് പിടിക്കുന്ന വേളയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് കടന്ന് ലോകത്തിന് മുഴുവനും വലിയതാകുന്ന വൈവാഹിക ജീവിതത്തിന്റെ മകുടോദാഹരണം തീർത്തതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സാധിക്കുമോ മുസ്ലിമേ? നമുക്ക് സാധിക്കുമോ പെങ്ങളെ? നമുക്ക്
നമുക്കതിനു വേണ്ടി കഴിയണം. നമ്മുടെ കുടുംബ ജീവിതം അത്തരത്തിലായി മാറണം. വൈവാഹിക ജീവിതത്തിലൂടെയുള്ളൂ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിന്റെ സംശുദ്ധത അവിടെ മുതൽ കടന്നുവരൽ അനിവാര്യമാണ്. ഇന്ന് നമ്മൾ പലരും മോശപ്പെട്ടതാകുന്ന ശൈലിയാണ്. വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ആർഭാടങ്ങൾ കടന്നുകൊണ്ടുവരികയാണ്, ധൂർത്തും ദുർവ്യയം കടന്നുകൊണ്ടുവരികയാണ്. ആഭാസങ്ങൾ നിറഞ്ഞതാകുന്ന വിവാഹങ്ങളായി നമ്മുടെ വിവാഹങ്ങൾ മാറിയിരിക്കുകയാണ്. എന്റെ മകന്റെ കല്യാണം നാടൊട്ടിക്കറിയുന്ന വിധത്തിലുണ്ടാവണം. എനിക്കൊരേ ഒരു മകളേ ഉള്ളൂ, കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് ഞാൻ ഈ സമൂഹത്തിൽ അറിയപ്പെടണം. അതിനെന്റെ മകളുടെ കല്യാണം കാരണമാകണം. അതിന് ഏറ്റവും വില കൂടിയതാകുന്ന ഓഡിറ്റോറിയം, ദിവസത്തിന് മണിക്കൂറിന് പറയുന്നതാകുന്ന സ്ഥലം ബുക്ക് ചെയ്യണം. ആരാണ് മുസ്ലിമേ നിനക്ക് പണം നൽകിയത്? ആരാണ് നിനക്ക് അധികാരത്തിന് പരമോന്നത പദവി നൽകിയത്? ഒരു കാലഘട്ടത്തിൽ മുച്ചക്ര വാഹനം ഓട്ടിക്കൊണ്ട് ഈ കരുനാഗപ്പള്ളിയിലൂടെ നടന്നവനല്ലയോ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പണത്തിന്റെ പളവളപ്പ് നിന്റെ കൈകളിലേക്ക് നൽകിയപ്പോ ആ അല്ലാഹുവിനെ മറക്കുകയാണോ? ജഗന്നിയന്താവിനെ മറക്കുകയാണോ? മകന്റെയും മക്കളുടെയും കല്യാണം നാട്ടുകാരെയും പണക്കാരെയും ധനികരെയും വിളിച്ചു വരുത്തിയിട്ട് പാവപ്പെട്ടതാകുന്ന ഉലമാക്കളെ, പാവപ്പെട്ടതാകുന്ന പട്ടിണി പാവങ്ങളെ, നാട്ടിലുള്ളതാകുന്ന സജ്ജനങ്ങളെ, സ്വാലിഹീങ്ങളാകുന്ന ആളുകളെ കല്യാണത്തിന് ക്ഷണിക്കാതെ ആർഭാടം നടത്തുന്ന മുസ്ലിമേ, ഉത്തരങ്ങളുണ്ടാക്കുന്ന മുസ്ലിമേ, ഗാനമേള ട്രൂപ്പുകൾ സംഘടിപ്പിക്കുന്ന മുസ്ലിമേ, അർദ്ധനഗ്നയാകുന്ന സ്ത്രീകളെ കൊണ്ടുവന്ന് വേശ്യാവൃത്തി പോലെ ഉള്ളതാകുന്ന ഡാൻസ് പ്രോഗ്രാമുകൾ നടത്തി ജനങ്ങളെ പുറകം കൊള്ളിക്കുന്നതാകുന്ന യുവാക്കളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഹിസാബിടുകയില്ലയോ? ആഖിറത്തിൽ വലിയതാകുന്ന ഹിസാബല്ലയോ? എന്തുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നത്? വൈവാഹിക ജീവിതം ശാശ്വതമാകാത്തത് എന്തുകൊണ്ടാണ്? ആഖിറത്തിലേക്ക് മക്കൾ ഉപയോഗപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും പറയാൻ, അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, വാപ്പാ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കൾ വന്നുകൊണ്ട് ഖബറിൽ സലാം പറയാത്തത് എന്താണ്? വാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം ഒരു കാലഘട്ടത്തിൽ കരുനാഗപ്പള്ളിയെ പുളകം പൊടിയിച്ച കല്യാണമാണ്, വലിയ കല്യാണമാണ്. ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ കേവലം 20,000-ഓ 50,000-ഓ വാടക കൊടുത്താൽ കിട്ടുന്ന ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രവിശാലമായ ഓഡിറ്റോറിയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിൽ വലിയതാകുന്ന പന്തലിടുകയാണ്. ആ പന്തലിൽ വലിയതാകുന്ന മന്താപ്പുകൾ ഉണ്ടാക്കുകയാണ്, വലിയതാകുന്ന ആർഭാട സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. തന്റെ മുറ്റം നിറയെ വലിയ പന്തലിടുകയാണ്. കോടികൾ വിലമതിക്കുന്നതാകുന്ന ആർഭാടങ്ങൾ കൊണ്ടുവന്ന് തൂർത്തടിക്കുകയാണ്. എത്രയോ ഭക്ഷണങ്ങളാണ് കുഴിച്ചു മൂടുന്നത്. തൊട്ടപ്പുറത്ത് നിന്റെ അയൽവാസിയാകുന്ന അന്യമതത്തിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് എങ്കിൽ വയറ് നിറച്ചു ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതെല്ലാം സദസ്സുകൾ കിട്ടുമ്പോ, രാഷ്ട്രീയത്തിന്റെ ആകട്ടെ സമുദായത്തിന്റെ ആകട്ടെ സദസ്സുകൾ കിട്ടുമ്പോ കേറി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അത്തരത്തിലുള്ളതാകുന്ന സമുദായത്തിന്റെ നേതൃത്വം വലിയ വലിയതാകുന്ന ആത്മീയതാകുന്ന പ്രഭയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കൊത്തിവെച്ചുകൊണ്ട് നെറ്റിയിൽ തലമുള്ളതാകുന്ന ആളുകൾ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാതെ കുഫ്രിയത്തിന്റെ അഹ്ലുകാരുമായി ചങ്ങാത്തം പുൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിമീങ്ങളായി മാറിയില്ലയോ? നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ഹിസാബിടപ്പെടുകയാണ്. മക്കൾ വഴിവിടയ്ക്കുകയാണ്. വാപ്പ വിളിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത മക്കൾ ഈ ദുനിയാവിലും പ്രയോജനപ്പെടുന്നില്ല, ഖബറിന്റെ സമീപത്തേക്ക് വരുന്നില്ല, ആഖിറത്തിലും പ്രയോജനവുമില്ല. സമ്പത്ത് മാത്രം മക്കൾ കൊണ്ടുപോവുകയാണ്, വാപ്പയുടെ സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുപോവുകയാ. ഞാൻ അതുകൊണ്ട് തന്നെ സ്നേഹത്തോടുകൂടി പറയുന്നു, വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ. മോശപ്പെട്ട ആർഭാടങ്ങൾ കുറയ്ക്കണേ. എന്തേ മുസ്ലിമേ പള്ളി നമ്മൾ തെരഞ്ഞെടുക്കാത്തത്? വെള്ളിയാഴ്ച ദിവസം എന്തുകൊണ്ടാണ് നിക്കാഹിനെ തെരഞ്ഞെടുക്കാത്തത്? അൽഹംദുലില്ലാഹ്, 100 കണക്കിന് ആളുകൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. ഈ കരുനാഗപ്പള്ളിയിലെ സെൻട്രൽ പള്ളിയിലെ മെമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 100 കണക്കിന് വിശ്വാസികൾ വെള്ളിയാഴ്ച ദിവസം തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം റാഹത്തായി നടത്തുന്നവരുണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്,
അന്യ സമുദായത്തിലെ ആളുകൾ വലിയ സംഭവമായി കാണിക്കുന്നതാകുന്ന ആഴ്ചകളിൽ, അത്തരത്തിലുള്ള ദിവസങ്ങളിൽ, അവരുടേതാകുന്ന പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യുന്നതാകുന്ന ദിവസങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടി തുനിയുന്നവരെ, പള്ളി മാറ്റിയിട്ട് കമ്പോളം തിരഞ്ഞെടുക്കുന്നവരെ, അള്ളാഹുവിന് ദേഷ്യമുള്ള സ്ഥലമല്ലയോ പള്ളിയിലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം. എങ്ങനെയാണ് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക? നിന്റെ കുടുംബ ജീവിതത്തിന്റെ തുടക്കമാകുന്ന നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കല്യാണത്തിന്റെ തുടക്കം തന്നെ ഹറാമാണ്, ഹറാമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുതൽക്കൊന്ന് ശ്രദ്ധിക്കണേ. വൈകാരിക ജീവിതം റാഹത്താകുമേ, റാഹത്താകുമേ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് എന്താ ആമീൻ പറയാത്ത? അല്ലാഹു തൗഫീഖ് തരട്ടെ. പിടങ്ങി നിൽക്കുന്നതാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യ അങ്ങോട്ട് കയറിയിട്ട് അസ്സലാമു അലൈക്കും പറയണം. എന്തിനാ മടിക്കുന്നത്? അങ്ങനെ പറയണം. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? പ്രവാചകന്റെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതം പരിശോധിച്ചു നോക്ക്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അടക്കമുള്ളതാകുന്ന മഹിളകളുടെ ജീവിതം പരിശോധിച്ചു നോക്ക്. അങ്ങനെയല്ലേ അവർ ജീവിതശൈലി ഉണ്ടായിരുന്നത്. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി, ബക്കറ്റ് എല്ലാരും വന്നില്ലേ? റാഹത്തായില്ലേ? ഇനിയിപ്പോ ബക്കറ്റ് നിങ്ങളൊക്കെ ഒന്ന് വരാൻ വേണ്ടി കാത്തിരുന്നു. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. ആ ഫാന് സ്വല്പം ഒന്ന് ഇവിടെ തിരിച്ചു വെച്ചു. സലീം സാഹിബ് ഫാൻ മൂപ്പർക്ക് മാത്രം ഇട്ട് വെച്ചേക്കും. റാഹത്തായിട്ട് എൻ്റെ ഉറങ്ങായിരുന്നു. അത്രയും കൂട്ടണ്ട, തിരിച്ചാൽ മതി. കൊണ്ടുപോകാൻ വേണ്ടേ? അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. 10:30 ദ്വാരക്കണം. വേട്ടെ, അരമണിക്കൂർ കൂടെ പറയണ്ടേ? 11 മണിയാകുമ്പോൾ നമ്മൾ നിർത്താന്നല്ലേ പറഞ്ഞില്ലേ? പള്ളി അങ്ങനെ പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞായിരുന്നു. ജുമായിക്ക് വന്നവരെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ എത്ര പേരുണ്ടോ. കണ്ടാ, ജുമായിക്ക് പറയുന്നതാണ് റാഹത്ത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. ആ ബക്കറ്റ് എല്ലാവരും ഒന്ന് കാര്യക്ഷമാക്കും. അവരുടെ നിയ്യത്ത് നല്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം ഇൻഷാ അല്ലാഹ് നടത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയും. നിങ്ങളെന്താ ഒരു ആമീന് കുറവ് പോലെ? കരുനാഗപ്പള്ളിക്കാർക്ക് അങ്ങനെ വന്നാൽ പോരല്ലോ, ഉറക്കെ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നല്ല നിയ്യത്തിൽ നിങ്ങൾ സംഭാവന നൽകി. അല്ലാഹു നമ്മുടെ സംഭാവനകൾ സ്വീകരിക്കട്ടെ. അല്ലാഹു ഞങ്ങളുടെ സദഖ നീ ഖബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകൾ നീ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലോപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നീ കഴിയുന്നില്ല. ഒരമണിക്കൂറോടെ പറഞ്ഞു പോരാ ഇൻഷാ അല്ലാഹ്. ഇരിക്കൂലേ നിങ്ങള്? ഇൻഷാ അല്ലാഹ്. ആചാര്യർക്ക് പോകണമെന്നുണ്ടോ? സലീമാജി പുറത്ത് ഇല്ല, നിങ്ങളെ 7 മണിക്ക് വന്നെന്ന് തോന്നുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശ്രദ്ധിക്കുക. അപ്പൊ വൈവാഹിക ജീവിതം മുതൽ ശരിയാക്കണം. പലപ്പോഴും ഈ ബന്ധങ്ങളൊക്കെ പാളിപ്പോകാൻ കാരണം നമ്മുടെ തുടക്കമാണ്. അങ്ങനെയാണ് വിവാഹത്തിന്റെ തുടക്കം. അത് ഏത് ദിവസമായിരുന്നു? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നിങ്ങളുടെയൊക്കെ വിവാഹത്തിന്റെ ദിവസം? അറബി ഡേറ്റ് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അറബി ഡേറ്റ് ആരും ശ്രദ്ധിക്കാറില്ല. വാപ്പ മരിക്കുമ്പോ, ഉമ്മ മരിക്കുമ്പോ, അല്ലെങ്കിൽ മക്കളുടേതാകുന്ന ജനനം, ഇതൊക്കെ അറബി ഡേറ്റ് ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിലൊക്കെ കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12 അല്ലേ? അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? മലയാളം അറിഞ്ഞില്ലേലും മറ്റുള്ള ഇംഗ്ലീഷ് ഡേറ്റ് അറിഞ്ഞില്ലേലും നമ്മൾ അതറിയും. അങ്ങനെയാണ് വേണ്ടത്. മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അവൻ ആ അറബി നോക്കുന്നതിൽ പ്രത്യേക ഒരു പ്രാധാന്യം കൽപ്പിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മളിൽ പലരും ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. വിവാഹത്തിന്റെ വാർഷികം അല്ലെങ്കിൽ മക്കളുടേതാകുന്ന ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഡേറ്റ് കുറിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഇംഗ്ലീഷ് ഡേറ്റ് കുറിച്ചിട്ടാണ്. അത് പാശ്ചാത്യരുടെ രീതിയല്ലേ, നമ്മുടെ രീതി അതല്ലല്ലോ. മോമിനായ മനുഷ്യരെ അറബി ഒന്ന് പ്രത്യേകം ഗൗനിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി അറബിയുൻ. ഞാൻ അറബി ഇഷ്ടപ്പെടാൻ കാരണം എന്താ? കാരണം ഞാൻ അറബിയാണ്. മറ്റൊന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ഭാഷ, വലുഗത്തുൽ ഖുർആനി അറബിയുൻ. ഖുർആനിന്റെ ഭാഷ എന്താണ്? അറബിയാണ്.
വലുഗത്തു അഹ്ലിൽ ജന്നത്തി അറബിയ്യുൻ. സ്വർഗ്ഗത്തിലെ സ്വർഗാവകാശികളുടെ ഭാഷയും അറബിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗാവകാശികളുടെ ഭാഷ. അപ്പൊ അല്ലാഹു പടച്ചവനെ അറബി പഠിക്കണമല്ലോ ഉസ്താദെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ന് കരുതണ്ട. ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറബി പറയാൻ പറ്റും സ്വർഗത്തിൽ പോയി. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെത്തിയാൽ അറബി ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വലിസാൻ വൽലുഗത്തു അഹ്ലുൽ ജന്നത്തി അറബിയ്യുൻ. സ്വർഗാവകാശികളുടെ ഭാഷ അറബിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ അറബി നമ്മൾ സ്നേഹിക്കണം, ആ ഭാഷയെ സ്നേഹിക്കണം. കാരണം ഖുർആൻ വിശുദ്ധമായ റമദാനിലാണ് ഇറക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെടണം, ആ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിലകൊള്ളണം. ഞാൻ അതിലേക്ക് വരാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ബന്ധങ്ങൾ റമദാന് മുമ്പൊന്ന് കൂട്ടി യോജിപ്പിക്കണം. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കാണെങ്കിൽ അതൊന്ന് മാറ്റാൻ ശ്രമിക്കണം. അതിങ്ങനെ മിണ്ടാതെ പോണ്ട. പിണക്കമില്ലാത്തതാകുന്ന കുടുംബ ബന്ധങ്ങളില്ല, അത് മനസ്സിലായിക്കും. ആദ്യം തന്നെ മനസ്സിലായി. വൈവാഹിക ജീവിതത്തിൽ എപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ഒരിക്കൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, എന്താ നിങ്ങൾക്കൊരു അനക്കമില്ലാത്ത, ഞാൻ വേഗം നിർത്തും, ഈ അങ്ങനെയൊക്കെ ഉണ്ട് ചില പ്രത്യേക നിർബന്ധമുണ്ട്. ഒന്നാമത് ഈ മലബാറിൽ പോയി പറഞ്ഞു വന്നിട്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഈ റളിയല്ലാഹു അൻഹു ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഉറക്കെ പറ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് ഒരു പരാതി പറയാൻ വേണ്ടി തന്റെ ഭാര്യയെക്കുറിച്ച്, ഭാര്യയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച്, ഭാര്യയുടെ ഒച്ചപ്പാടിനെ കുറിച്ചൊക്കെ പരാതി പറയാൻ വേണ്ടി ഒരു മനുഷ്യൻ വരികയാണ്.